ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മൾ ഈ ഒരു പാർട്ട് കൊണ്ട് ഈ ഒരു ഡ്രോയിങ് കംപ്ലീറ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിന് മുമ്പത്തെ പാർട്ടുകളൊക്കെ കാണാത്ത ആൾക്കാരുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടിട്ട് നിങ്ങളിത് കണ്ടാൽ മതിയാകും. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അകത്ത് ഇനി ചെയ്യാമെന്ന് വെച്ചാൽ നമുക്ക് ആടിനെ വരയ്ക്കാനുണ്ട്, അതുപോലെ വൃത്തിയായ ഡ്രസ്സുകൾ വരയ്ക്കാനുണ്ട്. അപ്പോൾ ഡ്രസ്സിൻ്റെ വർക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്ത് പോകുന്നത് മാത്രമേ ഉള്ളൂ, നമ്മൾ ഡീറ്റെയിൽ ആയിട്ടൊന്നും വരയ്ക്കുന്നില്ല. നമ്മൾ മെയിനായിട്ട് ഫേസ് ആയിരുന്നു നല്ല രീതിയിൽ വരയ്ക്കാൻ വേണ്ടി നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പം ബാക്കിയൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് തട്ടിക്കൂട്ട് പോലെ ഒന്ന് ചെയ്ത് വിടുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ആടിൻ്റെ കാര്യമാണെങ്കിൽ നമ്മൾ ആടിൻ്റെ വരയ്ക്കുന്നതും പ്രത്യേകിച്ച് വലിയ ഇതായിട്ടൊന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ഒരു രോമങ്ങളും ആ കണ്ണും കാര്യങ്ങളൊക്കെ ഒന്ന് വെച്ചിട്ട് വരച്ച് വിടുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്കത് നല്ല രീതിയിൽ വരയ്ക്കണമെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ വരയ്ക്കാം. ഞാനിപ്പം ഒരു ഇത് പോലെ അങ്ങ് ചെയ്യുന്നതാണ്. അല്ലെങ്കിൽ ഒരു സമയത്തിൻ്റെ കുറവ് കൊണ്ടും ഒക്കെ പെട്ടെന്നൊന്ന് ചെയ്ത് തീർക്കാനുള്ള രീതിയിൽ ചെയ്ത് പോകുന്നതാണ്. അപ്പം നിങ്ങളുടെ താല്പര്യമനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനി ആടിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് വരച്ച് കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ നമ്മൾ മൂക്കിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം നമ്മൾ രോമങ്ങൾ വരച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് കണ്ണ് വരയ്ക്കാനുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്ക് വരച്ച് കൊടുക്കാനുണ്ട്. അപ്പം അതൊക്കെ നിങ്ങളുടെ ഒരു കഴിവ് പോലെ നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പം ഞാനിപ്പോൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, അല്ലെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരുന്നില്ല. അപ്പം നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങളുടെ കഴിവ് പോലെ ചെയ്താൽ മതി. ഇപ്പം നമ്മൾ ഫേസ് വരയ്ക്കുന്ന കാര്യം ഓൾറെഡി നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് അത്യാവശ്യം പറഞ്ഞു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അത് കണ്ടിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന കരുതുന്നു. പിന്നെ ഓരോ വീഡിയോ നിങ്ങൾ കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റായിട്ടോ മെസ്സേജ് തന്നെ ചോദിക്കാവുന്നതാണ്. ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് ഡ്രോയിങ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരുപാട് ഡ്രോയിങ് വീഡിയോസ് ഈ ഒരു ചാനൽ വഴി ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പം അതൊക്കെ കണ്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാവുന്നതായിരിക്കും. ഈസിയായിട്ട് ഡ്രോയിങ് പഠിക്കാവുന്നുള്ളൂ. പിന്നെ ഡ്രോയിങ് പഠിക്കാൻ താല്പര്യം നിങ്ങളുടെ കൂട്ടുകാരുണ്ടെങ്കിൽ അവരിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ ഇനി കൂടുതലായിട്ടും കളർ പെൻസിൽ ഡ്രോയിങ് ഒക്കെ നമ്മൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ കളർ പെൻസിൽ ഡ്രോയിങ് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം കളർ പെൻസിൽ ഡ്രോയിങ് പഠിച്ചെടുക്കാവുന്നുള്ളൂ, അല്ലെങ്കിൽ വരച്ച് നോക്കാവുന്നുള്ളൂ. അപ്പോൾ ഞാനും കളർ പെൻസിൽ ഡ്രോയിങ് കൂടുതലായിട്ട് അങ്ങനെ പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ പഠിച്ച് വരുന്നുള്ളൂ. നമ്മൾ കൂടുതലായിട്ടും ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം കളർ പെൻസിൽ ഡ്രോയിങ് നമുക്കും ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് വരാനുണ്ട്. അപ്പം ഞാൻ വരച്ച് പോകുന്നതനുസരിച്ച് ആ ട്യൂട്ടോറിയലായിട്ട് ജസ്റ്റ് അപ്ലോഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ ആ വീഡിയോസൊക്കെ. അപ്പം അതൊക്കെ നിങ്ങൾക്ക് യൂസ് ആകുന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാം. അപ്പോൾ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ ജസ്റ്റ് ഒരു കളർ പെൻസിൽ സെറ്റ് ജസ്റ്റ് ഒന്ന് വാങ്ങി വെച്ചേക്കുക. ഒരുപാട് റേറ്റ് ഒന്നും വാങ്ങണ്ട, ജസ്റ്റ് വില കുറഞ്ഞ എന്തെങ്കിലും ഒരു കളർ പെൻസിൽ സെറ്റ് വാങ്ങി വെക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇനിയുള്ള ദിവസങ്ങളിൽ കളർ പെൻസിൽ ഡ്രോയിങ് ഒക്കെ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് നോക്കണമെങ്കിൽ കളർ പെൻസിൽ വേണമല്ലോ, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പം നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് നിങ്ങൾ വാങ്ങുക. ആർട്ട് ലൈൻ ഉണ്ട്, അല്ലെങ്കിൽ ഡോംസ് ഉണ്ട്. അപ്പം ഏതെങ്കിലുമൊക്കെ നിങ്ങൾ വാങ്ങി വെച്ചേക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് റേറ്റ് അത്യാവശ്യം കുഴപ്പമില്ലെങ്കിൽ ബ്രസ്റ്റോടെ തന്നെ ബ്രാൻഡ് വാങ്ങി യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ തുടക്കത്തിൽ അത് വാങ്ങണമെന്ന് ഞാൻ പറയില്ല, അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിൻ്റെ തന്നെ സ്കിൻ കളറൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങി വെക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വാങ്ങി വെക്കുക. ഇല്ലെങ്കിൽ കുറഞ്ഞ ഏതെങ്കിലും പെൻസിൽ വാങ്ങി വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് ഇനി രോമങ്ങളൊക്കെ വരച്ച് കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് കുറച്ച് വൃത്തിയായ കൈയുടെ കുറച്ച് ഭാഗങ്ങളുണ്ട്, അത് വരുന്നുണ്ട്. അതും ജസ്റ്റ് ഒന്ന് ഷെയ്ഡ് എടുത്തൊന്ന് വരയ്ക്കുന്നുണ്ട്. ബാക്കിയൊക്കെ ബാക്കിയൊക്കെ ഒന്ന് വരച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആകും. അപ്പം വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. പിന്നെ എന്താ പറയുക, എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം വഴി ഒന്ന് ചോദിക്കണമെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ലിങ്കൊക്കെ ഞാൻ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടെ വന്നിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പം നിങ്ങൾ വരച്ച ഡ്രോയിങ് ഒക്കെ ജസ്റ്റ് ഒന്ന് അയച്ചു തന്നിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. മിക്കവാറും എനിക്ക് അയച്ചു തരുന്നുണ്ട്. അപ്പം പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾ നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുമെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഡ്രോയിങ്ങിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, വരയ്ക്കുക, വീണ്ടും വീണ്ടും വരച്ചുകൊണ്ടിരിക്കുക. അപ്പം നിങ്ങളുടെ കഴിവ് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ചെയ്ത് വരുന്നതായിരിക്കും. അപ്പം ഓരോ വീഡിയോസും കണ്ടിട്ട് നിങ്ങൾ വരച്ച് നോക്കുക കേട്ടോ.